ഹായ്, നമ്മുടെ സെലൂടെക് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ നെയിം ടിപ്നോ എന്ന ചെറിയ ഷോർട്ട് നെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോക്കുള്ള പ്രത്യേകത, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജിമെയിലൊക്കെ ലീക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലും ലീക്കായി കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫയൽ മാനേജറുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഗൂഗിൾ ഫോട്ടോസിൽ ആ ഒരു ജിമെയിൽ എനേബിൾ ആണെങ്കിൽ നമ്മുടെ ഗാലറി വരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എവിടെ ആണിപ്പോൾ നിലവിലുള്ളത് അതൊക്കെ ആ ഒരു ജിമെയിൽ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഹാക്ക് ചെയ്ത് മുന്നോട്ടേക്ക്, അതായത് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ ഡിവൈസിനെ. അപ്പോൾ നമ്മളെവിടെ ഉള്ളത് ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളറിയാതെ മറ്റേതെങ്കിലും ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുണ്ടോ, ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ എല്ലാവരുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ. ഈ ഗൂഗിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിലവിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഐഡികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ള ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏതാണ് നിങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു ജിമെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്തരത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ജിമെയിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഹോം, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഫോ, ഡാറ്റ പ്രൈവസി, ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു ജിമെയിൽ ഉപയോഗിച്ചിട്ട് ആരും നമ്മളെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനായിട്ട് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷന് അതിൻ്റെ താഴെ മാനേജ് ഓൾ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിലവിൽ എനിക്ക് ഇവിടെ എൻ്റെ മൊബൈൽ ഫോൺ അല്ലാതെ മറ്റൊരു മൊബൈൽ ഫോണോ മറ്റേതെങ്കിലും ഒരു ഡിവൈസും കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വന്നാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ ഡിവൈസ് അല്ലാതെ മറ്റേതെങ്കിലും ഡിവൈസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ അതല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങളുടെ ജിമെയിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടാകും, അതൊക്കെ ഇവിടെ കാണിക്കും. അതല്ലാതെ നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസ് ഇവിടെ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഏതെങ്കിലും ഡിവൈസ്, ആ ഡിവൈസിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അറിയാതെ ആരെങ്കിലും ഡാറ്റ ഒക്കെ ഇങ്ങനെ കൈമാറുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിൻ്റെ ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ജിമെയിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിൽ നിന്ന് നമ്മുടെ ജിമെയിലിനെ ഔട്ട് ചെയ്യുക. അതായത് ഇവിടെ സൈൻ ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു ജിമെയിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിൽ നിന്ന് നമ്മുടെ ജിമെയിലൊക്കെ സേഫ് ആകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടിപ്നോ എന്ന പുതിയൊരു പേരിൽ അറിയപ്പെടുന്ന ഈ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.